അടിപൊളി കരൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ കൊച്ചിക്കാരൊക്കെ ഈ തേങ്ങാപ്പാലൊക്കെ വെച്ചുണ്ടാക്കുന്ന രീതിയിലൊന്ന് വെച്ച് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. 1/2 കിലോ കരളാട്ടോ വാങ്ങിച്ചേക്കുന്നത്. അത് നമ്മൾ നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. ഇതുപോലെ ഒന്ന് പീസാക്കുക. കുക്കറിലോട്ട് ചൂടുവെള്ളം വെച്ചിട്ട് അതിലോട്ട് വേവിക്കാൻ വെക്കുക. കുറച്ച് ഉപ്പിടുക, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 4 വിസിൽ വരുമ്പോൾ തന്നെ കരൾ വെന്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒന്നും കൂടി പിന്നെ വെച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് കുത്തി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടോയെന്ന്. അതിൻ്റെ സൈഡിലുള്ള തൊലി ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കുക. സ്ലൈസ് ആക്കിയാൽ കേട്ടോ ഇതിനെ കട്ട് ചെയ്യേണ്ടത്. നമുക്ക് പിന്നെ ചട്ടി വെക്കുക, അതിലോട്ട് എണ്ണ ഒഴിക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, മിക്സിയിലിട്ട് ചതച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് പച്ചമണം മാറുമ്പോഴേക്കും സവാളയും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ലോണം വഴറ്റി കഴിയുമ്പോൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഞാൻ ഇട്ടേക്കുന്നത് 3 ടീസ്പൂൺ വെച്ചിട്ടാണ്. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വിനാഗിരി ഞാൻ അളവ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ കാലോളം വിനാഗിരി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലോണം വെന്ത് കഴിയുമ്പോഴേക്കും ഒന്ന് കുറച്ച് നേരം മൂടി വെക്കുക. അത് കഴിയുമ്പോൾ ഞാൻ ഈ തേങ്ങാപ്പാൽ ഒഴിക്കണത് മറന്നു കേട്ടോ വീഡിയോ എടുക്കാൻ. 2-ാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 2-ാം പാൽ ഒഴിച്ച് ഒന്ന് കുറുകി കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുക, കരളിട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ച കരളിട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ചൊരു 3 മിനിറ്റൊക്കെയോളം മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി അതിലോട്ടൊന്ന് വെള്ളം മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അധികം കൂട്ടി വെച്ചിട്ട് വേവിക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. മൂടി വെച്ചിട്ട് വേവിക്കുക. അതിനുശേഷം നമ്മൾ നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അമ്മച്ചി വെക്കുന്ന അതേ ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയത്. ചേട്ടായിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.